കേരള തീരത്ത് വെച്ച് തീപിടിച്ച വാൻഹായ് കപ്പലിലേക്ക് രക്ഷാപ്രവർത്തകരെ നാവികസേന ഇറക്കി. പ്രതികൂല കാലാവസ്ഥയും പ്രക്ഷുബ്ധമായ കടലും തീയും അതിജീവിച്ചാണ് ദൗത്യമെന്ന് നാവികസേന അറിയിച്ചു. കണ്ടെയ്നറുകൾ സംബന്ധിച്ച മാപ്പിംഗ് ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഏറെ നിർണായകമായ നീക്കങ്ങൾക്കൊടുവിലേക്കാണ് ഇപ്പോൾ കപ്പലിനുള്ളിലേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിലവിലുള്ള നടപടികളെ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് അധികൃതർ? തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിൽ രക്ഷാപ്രവർത്തകരെ ഇറക്കാനും അവരെ സുരക്ഷിതരായി തിരികെ കയറ്റാനും നാവികസേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഹെലികോപ്റ്റർ മുഖാന്തരമാണ് ഇവരെ കപ്പലിലേക്ക് ഇറക്കുകയും തിരികെ കയറ്റുകയും ചെയ്തത്. കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്. മാത്രമല്ല, വലിയ തോതിൽ തീ ഉയരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ ഈ ഘടകങ്ങളെയൊക്കെ തൃണവൽഗണിച്ചും അതിജീവിച്ചുമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ കപ്പലിലേക്ക് ഇറക്കാനായത് എന്ന് നാവികസേന വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. എന്തായിരുന്നാലും നേരത്തെ തന്നെ ഈ കപ്പലിനെ നാവികസേനയുടെ കപ്പലുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു. മുങ്ങൽ വിദഗ്ധരായ 4 പേരെ ഇറക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് സാൽവേജ് ടീമിനെ, അതായത് രക്ഷാപ്രവർത്തകരെ ഇറക്കിയിരിക്കുന്നത്. ഇനി മറ്റ് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ വേഗത കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് നാവികസേന പറയുന്നത്. ഇത് കൂടാതെ ഈ വാൻഹായ് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ പൊസിഷൻ സംബന്ധിച്ചുള്ള മാപ്പിങ്ങും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഏത് തരം കണ്ടെയ്നറുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരുന്നത്, നിലവിൽ എത്ര അവശേഷിക്കുന്നു, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായ ചിത്രവും നാവികസേന മാപ്പിങ്ങിലൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തിൽ അങ്ങേയറ്റം വേഗം തന്നെ മുന്നേറാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നാവികസേന പുലർത്തുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളുമൊക്കെ നാവികസേന പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്.